നമ്മൾ സെറിബ്രൽ പാൾസി അന്നേരം ആ വാക്കിൻ്റെ അർത്ഥത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സെറിബ്രൽ എന്ന് പറയുമ്പോഴത്തേക്ക് തലച്ചോർ സംബന്ധമായത്, പറയുമ്പോഴത്തേക്ക് പരാലിസിസ് അല്ലെങ്കിൽ മസിലുകൾക്ക് പേശികൾക്ക് കുറവ്. അന്നേരം തലച്ചോറിൻ്റെ അസുഖങ്ങൾ മൂലം കൈകാലുകൾക്കുണ്ടാകുന്ന ചലന വൈകല്യത്തിനെയാണ് നമ്മൾ സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത്. അതിൽ തന്നെ ഈ സെറിബ്രൽ പാൾസി എന്ന് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന എല്ലാ ചലനവൈകല്യങ്ങൾക്കും ഈ സെറിബ്രൽ പാൾസി എന്ന് പറയത്തില്ല. കാരണം ജന്മനാ ഉണ്ടാകുന്ന കാരണങ്ങൾ കൊണ്ട് ഏതാണ്ട് 2 വയസ്സിന് മുമ്പ് തലച്ചോറിനുണ്ടാകുന്ന ക്ഷതമോ ജന്മനാലുള്ള തലച്ചോറിൻ്റെ പ്രവർത്തനത്തിലുള്ള തകരാറ് കൊണ്ടോ ഉണ്ടാകുന്ന ചലനവൈകല്യത്തിനാണ് നമ്മൾ സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൺജനിറ്റൽ അല്ലെങ്കിൽ ജന്മനാലുണ്ടാകുന്ന ചലനവൈകല്യത്തിന് സെറിബ്രൽ പാൾസി എന്ന് പറയാം. അന്നേരം അങ്ങനെ ഉണ്ടാകുന്ന തലച്ചോറിൻ്റെ വൈകല്യങ്ങൾ അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ സെറിബ്രൽ പാൾസി ഉണ്ടാക്കുന്ന കാരണങ്ങൾ. പിന്നെ രണ്ടാമത്തെ ട്രൈമസ്റ്റർ എന്ന് പറയും, രണ്ടാമത്തെ 3 മാസം, ആ ഗർഭാവസ്ഥ, അതിൽ പലപ്പോഴും അമ്മമാർക്കുണ്ടാകുന്ന അസുഖങ്ങൾ, പ്രത്യേകിച്ചും ഹൈപ്പർ ടെൻഷൻ, രക്താതിസമ്മർദ്ദം, അവരുടെ മറ്റസുഖങ്ങൾ, ഡയബറ്റീസ്, അങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് തലച്ചോറിൻ്റെ വളർച്ചയെ അത് ബാധിക്കും. അങ്ങനെ ഉണ്ടാകുന്ന കാരണങ്ങൾ. മൂന്നാമതായിട്ട് അമ്മമാർക്കുണ്ടാകുന്ന അണുബാധ. ഏറ്റവും നമ്മൾ പറയുന്നത് ഈ ടോർച്ച് ഇൻഫെക്ഷൻസ് ഉണ്ടല്ലോ, TORCH എന്ന് പറയും. അതിനകത്ത് ടോക്സോപ്ലാസ്മ, റുബെല്ല, അതേപോലെ തന്നെ സൈറ്റോമെഗാലോ വൈറസ്, പ്രസവത്തിനോടനുബന്ധിച്ചുണ്ടാകുന്ന ഹെർപ്പിസ് ബാധ, ഇതെല്ലാം തന്നെ തലച്ചോറിനെ ബാധിച്ചിട്ട് അതും പിൽക്കാലത്ത് ഈ സെറിബ്രൽ പാൾസി ഉണ്ടാക്കാം. പിന്നീട് മാസം തികയാതെ ഉള്ള പ്രസവം, അത് നേരത്തെ പറഞ്ഞു. കാരണം മാസം തികയാതെയുള്ള പ്രസവവും തൂക്കക്കുറവുള്ള കുട്ടികളും. ഈ സെറിബ്രൽ പാൾസി ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ എത്ര തരത്തിലുണ്ട്? അത് നമ്മൾ ചലനവൈകല്യമാണെന്ന് പറഞ്ഞല്ലോ. അന്നേരം അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പേശി പിടുത്തം കൂടുന്ന തരത്തിലുള്ള സെറിബ്രൽ പാൾസി ഉണ്ട്. അതിന് നമ്മൾ സ്പാസ്റ്റിക് സെറിബ്രൽ പാൾസി എന്ന് പറയും. പിന്നെ വളരെ ചുരുക്കത്തിൽ ഈ പേശികൾക്ക് വളരെ കുഴഞ്ഞു കിടക്കുന്ന തരത്തിലുള്ള ഒരു സെറിബ്രൽ പാൾസി ഉണ്ട്. അതിന് നമ്മൾ എറ്റോണിക് സെറിബ്രൽ പാൾസി എന്ന് പറയാം. പിന്നെ കൂടാതെ നമ്മൾ കാരണങ്ങളുടെ ഇതിൽ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ ഈ രക്ത ഗ്രൂപ്പുകളുടെ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന തരത്തിലുള്ള ഒരു സെറിബ്രൽ പാൾസി ഉണ്ട്. അന്നേരം അങ്ങനെയുള്ളവർക്ക് ചലന വൈകല്യങ്ങളായിരിക്കും കൂടുതൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഡാൻസ് ചെയ്യുന്നത് പോലെയുള്ള മൂവ്മെൻറ്റ്സ് ഉള്ളത് കൊണ്ട് അതിനെ നമ്മൾ കോറിയോ അത്തിറ്റോസിസ് സെറിബ്രൽ പാൾസി എന്ന് പറയും. പിന്നെ അങ്ങനെയുള്ള ഒരു ടൈപ്പ് സെറിബ്രൽ പാൾസി ഉണ്ട്. പിന്നെ സെറിബെല്ലത്തിൻ്റെ തകരാറുണ്ട് ഉണ്ടാകുന്ന തരത്തിലുള്ള സെറിബ്രൽ പാൾസി നമ്മൾ അറ്റാക്സി സെറിബ്രൽ പാൾസി എന്ന് പറയും. 10% മാത്രം ഈ കൂടിയ രീതിയിലുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ട്. അവരെ മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി മാത്രമേ ജീവിക്കാൻ സാധിക്കൂ. പക്ഷെ ബാക്കി 90% ആളുകൾക്കും നമ്മൾ മുൻകൂട്ടിയുള്ള ചികിത്സകളും കാലാകാലങ്ങളിലുള്ള ചികിത്സകളും അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. കാരണം ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയേണ്ടത്, സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന അസുഖം ഒരിക്കലും കൂടുന്ന അസുഖമല്ല. ഓരോ കാലഘട്ടത്തിലും ഓരോരോ വളർച്ചയുടെ പടവുകൾ അങ്ങോട്ട് മുന്നേറി കഴിഞ്ഞാൽ അത് പിന്നെ ഒരിക്കലും നഷ്ടമാകത്തില്ല. അന്നേരം ഒരാൾ ഇരിക്കാൻ തുടങ്ങുന്ന കുട്ടി ഒരിക്കലും പിന്നെ ഇരിക്കാതാകത്തില്ല. കാരണം അടുത്ത സ്റ്റെപ്പിലേക്കേ പോകത്തുള്ളൂ. അന്നേരം ഈ സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്നത് ഒരിക്കൽ മാത്രമാണ് തലച്ചോറിനുണ്ടാകുന്ന പ്രശ്നം. അത് പിന്നെ കൂടുന്ന അസുഖമല്ല, കുറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടം കഴിയുന്നതനുസരിച്ച് അവർക്ക് വളർച്ച പടവ് നന്നായിക്കൊണ്ടിരിക്കും. നമ്മൾ ട്രീറ്റ്മെന്റിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറഞ്ഞത് ഫിസിയോതെറാപ്പിയുടെ ആവശ്യകത പറഞ്ഞു. പിന്നീട് അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ കണ്ടെത്തണം. ഉദാഹരണത്തിന് മിക്കവർക്കും അപസ്മാരം, എപ്പിലെപ്സി ഉണ്ടാകാം, ഇതിൻ്റെ കൂടെ ഉണ്ടാകാം. അന്നേരം അതിനെ നേരത്തെ തന്നെ കണ്ടെത്തി അതിനുള്ള ചികിത്സ നൽകണം. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവരെ നമ്മൾ നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ചലനം സഹായിക്കുക. അതിനുവേണ്ടി പലപ്പോഴും നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അത് നേരത്തെ പറഞ്ഞ പേശീപിടുത്തം ഉണ്ടെങ്കിൽ അതിന് പേശീപിടുത്തം കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് മരുന്നുകൾ നൽകേണ്ടി വരും. അന്നേരം പേശീപിടുത്തം കുറയ്ക്കുന്നതിനുള്ള വിവിധ തരത്തിലുള്ള മരുന്നുകൾ നൽകുക. പിന്നീട് ഇപ്പോൾ ആധുനിക രീതിയിലുള്ള പേശീപിടുത്തം കുറയ്ക്കുന്നതിന് വേണ്ടി ചികിത്സയുണ്ട്. അതിനാണ് നമ്മൾ ബോട്ടുലിനം ടോക്സിൻ. കഴിഞ്ഞ ഏതാണ്ട് 1990 മുതൽ തന്നെ ഈ ബോട്ടുലിനം ടോക്സിൻ ചികിത്സ നമ്മൾ കേരളത്തിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് നൽകുന്നുണ്ട്. കാരണം പല സ്ഥലങ്ങളിലും അത് തുടങ്ങിയത് അടുത്ത കാലത്ത് മാത്രമാണ്. പക്ഷെ നമ്മൾ പണ്ട് മുതലേ കൊടുക്കുന്നുണ്ട്. അന്നേരം അതുകൊണ്ട് തന്നെ പേശി പിടുത്തമുള്ള കുട്ടികൾക്ക് ഈ ബോട്ടുലിനം ടോക്സിൻ കുത്തിവെപ്പ് അതിൻ്റെ അതാത് സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട് എവിടെയാണോ പേശി പിടുത്തം കൂടുതൽ അവിടെ ഇഞ്ചക്ഷൻ നൽകുകയാണ്. എന്നിട്ട് അങ്ങനെ അതും ഒരു ഇഞ്ചക്ഷനല്ല, അതിൻ്റെതായ നമ്മുടെ ഓരോരോ മസിൽ പോയിന്റുകളുണ്ട്. ആ പോയിന്റുകളിലെ ഇഞ്ചക്ഷൻ നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ പേശിപിടുത്തം കുറയും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് ഫിസിയോതെറാപ്പി നൽകാനുള്ള സൗകര്യം കൂടും. അവർക്ക് മസിലുകൾ മൂവ് ചെയ്യുമ്പോഴത്തേക്കുണ്ടാകുന്ന വേദന കുറയും. അതുപോലെ തന്നെ ഇവർക്ക് പലതരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടി വരും, കാരണം മസിൽ പിടുത്തം ഉള്ളതുകൊണ്ട്.